തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്നറിയാം. ഹരിപ്പാട് മുൻ MLA കൂടിയായ TK ദേവകുമാറിന് പ്രഥമ പരിഗണനയൊക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അവിടെയായിരിക്കും അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ദേവകുമാറിന്റെ പേരിനൊപ്പം ചർച്ചയായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ PR വർക്കും ഹിന്ദു ദിനപത്ര വിവാദവുമൊക്കെ. എന്തായാലും ദിസ്ന സുരേഷിലേക്കും ജിജീഷ് കർണാകരനിലേക്കും രണ്ടുപേരിലേക്കും വിവരങ്ങൾ ആരായാം. ആദ്യം ദിസ്നയിലേക്ക്. ദിസ്ന, ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നുള്ള അജണ്ടയുണ്ട്. അത് ഫൈനലൈസ് ചെയ്യുക എന്നുള്ള അജണ്ടയാണ്. നിരവധി പേരുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ആർക്കാണ് മുൻഗണന? മറ്റ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങളിലേക്ക് കൂടി. തീർച്ചയായും മനു, സ്വർണ്ണക്കവർച്ചയിൽ കടുത്ത പ്രതിരോധത്തിലായതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് എത്തിയത്. ഇന്ന് ചേർന്ന CPM സെക്രട്ടേറിയറ്റിലാണ് ഇതുമായി സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും മുൻഗണന ഹരിപ്പാട് മുൻ MLA കൂടിയായ TK ദേവകുമാറിനാണ് പ്രാധാന്യം നൽകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുപ്പം അന്തിമ തീരുമാനം ഉണ്ടാവും. അതായത് മുൻകാലഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത് ഇടപഴകുകയും സൗഹൃദം ഉള്ള ഒരാളാണ് ഈ ഹരിപ്പാട് മുൻ MLA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനായിരിക്കും പ്രാധാന്യം എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഈ PS പ്രശാന്തിന്റെ കാലാവധി, ഭരണസമിതിയുടെ കാലാവധി നീട്ടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, ദിസ്ന, ഈ സമ്പത്തിന്റെ പേര് ആദ്യം ഉയർന്നു കേട്ടിരുന്നു, പിന്നെയാണല്ലോ ദേവകുമാറിലേക്ക് എത്തിയത്. ഇനി മറ്റ് പേരുകൾക്ക് സാധ്യതയുണ്ടോ? മറ്റ് പേരുകൾ കൂടി പരിഗണനാ ലിസ്റ്റിലുണ്ടോ CPMന്റെ? കാരണം ഈ ശബരിമല സ്വർണ്ണക്കവർച്ച വിവാദം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ CPM ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സഹകരണ ബാങ്ക് കൊള്ള മുതൽ തുടങ്ങിയതാണ്. കൊള്ളക്കണക്കിന് ഈ കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോ ദിവസവും കേരള ജനത ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ളതാണ്. ഈ ദേവകുമാറിനെതിരെയും വിവാദങ്ങളുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇനി മറ്റു പേരുകൾ എന്തെങ്കിലും പരിഗണനയിലുണ്ടോ? അതിലേക്ക് മാറാൻ സാഹചര്യമുണ്ടോ? തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭരണ തുടർച്ചയിൽ നിരവധി അഴിമതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അവരുടെ മൈലേജ് തിരിച്ചുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നത് തന്നെയാണ് നിലവിൽ നേതാക്കന്മാരുടെ ഒക്കെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിലടക്കം അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥർക്കും നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരിലേക്കും അന്വേഷണം നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ SV ദീപക് ഉൾപ്പെടെയുള്ളവരുടെ പല പേരുകളും ഇതിൽ ഉയർന്നു വന്നിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ പ്രസിഡന്റ് ആവുവാൻ തലസ്ഥാനത്തേക്ക് ദീപക് ഉൾപ്പെടെയുള്ളവരുടെ പല പേരുകളും പരിഗണിച്ചിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പിണറായിയുടെ അതിവിശ്വസ്തനായ ഈ TK ദേവകുമാറിനാണ് മുൻതൂക്കം എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിളപ്പിൽ രാധാകൃഷ്ണൻ CPIയുടെ പ്രതിനിധിയാകും എന്നൊരു വിവരവും നിലവിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദം നിലനിൽക്കെ നിലവിലെ ബോർഡിന്റെ കാലാവധി നീട്ടാൻ ഓർഡിനൽ കൊണ്ടുവന്നാലും ഗവർണർ ഒപ്പിടില്ലെന്ന് തോന്നലും പുതിയ ഭരണസമിതിയെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തലസ്ഥാനത്തേക്ക് പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കു തന്നെയാണ് പരിഗണന ലഭിക്കുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, ശരി ദിസ്ന.